Bring it fire. ഹലോ മൈ ഫ്രണ്ട്സ്, നമ്മുടെ MJ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മനോജ് ആദപ്പള്ളി. നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, അതായത് നമ്മൾ വെസ്റ്റേൺ ഓസ്ട്രേലിയ പെർത്തിൽ നമ്മുടെ സീറോ മലബാറിൻ്റെ പള്ളിക്ക് വേണ്ടി 10 അടി ഉയരമുള്ള മാതാവിനെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്ന ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നിങ്ങളിൽ പലരും ഇത് പല വീഡിയോയിലും അവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാരാണ് നമുക്ക് വേണ്ടി മാതാവ് ഉണ്ടാക്കിയത്? അദ്ദേഹമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ഡാഡിനെ തന്നെ നമുക്ക് വേണ്ടി പരിചയപ്പെടുന്നതായിരിക്കും. ഡാഡി നാട് എവിടെയാണ്, പേരെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ബേബി ജോസഫ് വട്ടക്കുന്ന്. ഞാൻ ടീച്ചറായിട്ട് മേരി ക്യൂൻസ് ഹൈസ്കൂൾ കുടിയാൻമലയിൽ വർക്ക് ചെയ്തു. റിട്ടയറായി ആർട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്ത്. ഓക്കെ. കുടിയാൻമല കണ്ണൂർ ജില്ല, കണ്ണൂർ ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് കുടിയേറ്റ കേന്ദ്രമാണ്. ഞാനും ഒരു കുടിയേറ്റ കേന്ദ്രം മലബാറിൽ നിന്നുള്ള ഒരാളാണ്. ഞാൻ ഡാഡിന്ന് വിളിക്കൊണ്ട് കുഴപ്പമുണ്ടോ? ഞാൻ ഡാഡിന്ന് വിളിക്കാൻ കാരണം എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ ജിസ്മോൻ്റെ ടൂണിയ സെബാസ്റ്റിൻ്റെയും ടൂണിയയുടെ ഡാഡാണ്. അപ്പോൾ ഡാഡി ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത് എത്രാമത്തെ വരോ? മൂന്നാമത്തെ വരവാണ്. ഞാൻ എപ്പോഴും വരുമ്പം ഇങ്ങനെ എപ്പോഴും ഇവരുടെ ഡാഡിനെ പല പ്രാവശ്യം കണ്ടിട്ട് ഇവിടുത്തെ ഒരു ആളെന്ന നിലയിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഇനി ചോദിക്കാനുള്ളത്, നമ്മൾ ഇത്രയും ഈ 10 അടി ഉയരെന്ന് പറഞ്ഞ് ഒരു മാതാവിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ഇതിനു മുമ്പ് മാതാവിനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? മാതാവിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 10-12 വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓൾറെഡി ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എൻ്റെ സ്കൂളിന് വേണ്ടി സംഭാവന ചെയ്യാൻ വേണ്ടി, സ്കൂളിൻ്റെ മുറ്റത്ത് സ്ഥാപിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു മാതാവിനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു മാതാവിനെ ഉണ്ടാക്കണമെന്ന് തോന്നാൻ കാരണം? ഇവിടുത്തെ പള്ളിയുടെ ചുറ്റുപാടുകളും എല്ലാം കണ്ടപ്പോൾ, മാത്രമല്ല ഇവിടുത്തെ മലയാളികളെല്ലാം നല്ല ആൾക്കാരായിട്ട് എനിക്ക് തോന്നി. വെരി ഗുഡ്. നല്ല വിശ്വാസികളായിട്ട് തോന്നി. മറ്റ് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വിശ്വാസികളാണ്, നല്ല മനുഷ്യരാണ്. അവർക്ക് ഒരു വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കാൻ ഒരു മാതാവിനെ ഈ പള്ളിയിൽ രൂപപ്പെടുത്തി കൊടുത്താലോ എന്ന് ഞാൻ ആലോചിച്ചു. അത് എൻ്റെ ഉള്ളിൽ ഭയങ്കര ശക്തമായിട്ട് പിന്നെയും തോന്നിച്ചു. അപ്പോൾ ഡാഡിയുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്ന ഒരു ആശയമാണ്. അത് ഞാനിത് എൻ്റെ മരുമകൻ ജിസ്മോനോട് പറഞ്ഞു. അപ്പോൾ ജിസ്മോൻ അച്ഛനോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനോട് ചോദിച്ചപ്പം അച്ഛൻ സന്തോഷത്തോടെ സമ്മതിച്ചു. അങ്ങനെയാണ് ഒരു മാതാവിനെ ഉണ്ടാക്കാൻ വേണ്ട ചുറ്റുപാട് വന്നത്. അച്ഛന്മാരോട് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ? ഏതച്ഛന്മാരെ? നമ്മുടെ വികാരി അച്ഛൻ, സീറോ മലബാറിന്റെ പള്ളിയിലിരിക്കുന്ന അനീഷ് അച്ഛനും അതുപോലെ ബിബിൻ അച്ഛനും അല്ലേ? ഓക്കെ. അതുപോലെ ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടി നമ്മുടെ പിതാവ് വന്നപ്പോൾ അത് വെഞ്ചരിക്കാൻ പറ്റിയെന്നുള്ള പിതാവ് വന്നപ്പോൾ അല്ലേ? നമ്മുടെ ഓസ്ട്രേലിയയുടെ ചുമതലയുള്ള ജോൺ പനന്തോട്ടത്തിൽ മെൽബണിലാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം. അവിടുന്ന് നമ്മുടെ പെർത്തിൽ വന്നപ്പം ഈ രൂപം വെഞ്ചരിക്കാനുള്ള ഒരു ഭാഗ്യവും, അതുപോലെ ഡാഡി അവിടെ ഉണ്ടായിരുന്നു, അതിനുള്ളൊരു ഭാഗ്യം കൂടെ നമുക്ക് കിട്ടില്ല. അത് മാത്രമല്ല, അതോടൊപ്പം പിതാവും പിന്നെ മറ്റച്ഛന്മാരും ചോദിച്ചു, അങ്ങോട്ട് മെൽബണിലേക്ക് വരുമ്പോൾ അവിടെയും ഞങ്ങൾക്കൊന്നും മാതാവിൻ്റെ ആവശ്യമുണ്ട്, ഇതേപോലെ വലിയ മാതാവ്. അപ്പോൾ ഇത് നമ്മളെ പോലെയുള്ളവർക്ക് ഇത് അറിയത്തില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു മാതാവിനെ കാണുമ്പം നമ്മൾ വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ രൂപം കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പുറകിൽ എന്തുമാത്രം കഷ്ടപ്പാടുണ്ട്. ഇത് എന്തുകൊണ്ടാണ്, എന്ത് മെറ്റീരിയലാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്നത്? ഇത് വൈറ്റ് സിമെന്റ്, മാർബിൾ പൊടി, മണൽ, ശരിക്കും കോൺക്രീറ്റ് ആണ്. പിന്നെ കമ്പി വല ഒക്കെ ഉള്ള ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഞാൻ ഡാഡി ഫോട്ടോ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ജിസ്മാൻ ഫേസ്ബുക്കിൽ ഇട്ടാൽ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇരിക്കുന്ന ഇവിടെ വെച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഈ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം. ഇവിടെ വെച്ചാണ് മാതാവിനെ ഉണ്ടാക്കിയത്. അവിടെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. മുക്കാൽ ഭാഗം ഇവിടെ മുതൽ പള്ളിയിൽ ചെന്നിട്ടാണ് മുട്ടിന്റെ താഴോട്ട് പള്ളി ചെന്നിട്ടുണ്ട്. ഇവിടെ ഹൈറ്റ് എത്തിയല്ലാത്തതുകൊണ്ട്. ഓക്കെ. അപ്പൊ ഇതിലും നമ്മുടെ ഈ ആൽഫ്രസ്കോ ഉണ്ടാവണം, ഇതിലും ഹൈറ്റിലാണ് മാതാവിന്റെ. മാത്രമല്ല പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എടുത്തു കൊണ്ടുപോവുക പ്രശ്നമാണല്ലോ. ഡാഡി മുമ്പേ പറഞ്ഞാൽ ഡാഡി മാതാവിന്റെ ഒരു ഭക്തനാന്ന് മുമ്പേ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പൊ അതും ഇതിനൊരു പ്രചോദനമായ മാതാവിനെ ഉണ്ടാക്കാനുള്ള ഒരു. ഇവിടെ അനീഷച്ചൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയും വലിയൊരു പള്ളി പരിസരങ്ങളും രൂപപ്പെടുത്തി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവിടെ നല്ലൊരു മാതാവിനെയും കൂടി രൂപപ്പെടുത്തിയാലോ എന്ന്. മാത്രമല്ല, നമ്മൾ കാണുന്ന മാതാവെല്ലാം ദുഃഖിച്ചിരിക്കുന്ന ഒരു മാതാവാണല്ലോ. അപ്പോൾ ഒരു നല്ല സന്തോഷിച്ചിരിക്കുന്ന, നിങ്ങളുടെ ഈ ഇടവക്കാരുടെ എല്ലാം ദുഃഖങ്ങൾ ഏറ്റുവാങ്ങി സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു മാതാവിനെ രൂപപ്പെടുത്തണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതുപ്രകാരം ഞാൻ രൂപപ്പെടുത്തിയതാണ്. അതേപോലെ ഇതിന് സഹായിച്ച അനീഷ് അച്ഛനെയും എല്ലാം വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു.
അനീഷ് അച്ഛനും പള്ളി കമ്മിറ്റി എല്ലാവരും ഒത്തിരി സഹായിച്ചു. ഇതിൽ ഇവിടെ നിന്ന് അവിടെ അങ്ങോട്ട് കൊണ്ടുപോയി സ്ഥാപിക്കാൻ പണിപ്പെട്ട മറ്റ് ജിസ്മോൻ്റെ സുഹൃത്തുക്കൾ. അപ്പോൾ നമ്മളിവിടെ ഈ മാതാവിനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ മാതാവ് എവിടെ പള്ളിയിൽ പ്രവേശിക്കണം അതിനെപ്പറ്റി ഒരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നോ? ഇല്ല, ധാരണയില്ലായിരുന്നു. പിന്നീട് മാതാവിനെ കണ്ടതിന് ശേഷം തീരുമാനിച്ചു. അച്ഛൻ വികാരി അച്ഛൻ ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മളെവിടെയാ മാതാവിനെ അല്ല ബാക്കി ഭാഗങ്ങൾ ഉണ്ടാക്കി. ആദ്യം മുഖഭാവമൊക്കെ രൂപപ്പെടുത്തി. ഓക്കെ. അതിനുശേഷം അവിടെ ഇന്ന സ്ഥലത്താണ് മാതാവിനെ നമ്മൾ വെക്കേണ്ടതെന്ന് പിന്നീട് അവർ തീരുമാനിച്ചു. അപ്പോൾ അത് അവിടെ നമ്മളൊരു ഗ്രോട്ടോ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പള്ളിയിലേക്ക് പോകുന്നുണ്ട്. പള്ളിയിലേക്ക് പോകുമ്പോൾ നമുക്ക് റിയൽ മാതാവിനെ നമുക്ക് അവിടെ വെച്ച് കാണാവുന്നതാണ്. ഇവിടുത്തെ പള്ളി സത്യത്തിൽ അത്ഭുതം അല്ലേ? കാരണം ഒരു 6-7 ഏക്കർ സ്ഥലത്ത് അത്രയും വലിയൊരു സീറോ മലബാറിൻ്റെ പള്ളി, അത് എനിക്ക് തോന്നുന്നത് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ റോജനച്ചൻ അതുപോലെ വർഗീസ് അച്ഛൻ ഇവരുടെ പേര് നമുക്ക് പറയാതിരിക്കാൻ പറ്റും. അടി ഓർക്കുന്നില്ല? ഓർക്കുന്നുണ്ട്. അവരാണ് ആദ്യം എനിക്ക് തോന്നുന്നത് പള്ളിയുടെ സ്ഥലം മേടിക്കാനും അതിന് തൊട്ട് അവരൊത്തിരി പ്രാർത്ഥിച്ച് അതാണ് അതിൻ്റെ ഒരു മൂലമായിട്ടുള്ളൊരു ഒരു കാരണം. ബേസ് എന്ന് പറഞ്ഞാൽ അവരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ? ഡാഡിക്ക് അറിയാവുന്നല്ലേ? അപ്പോൾ താങ്ക് യു ഡാഡി. ഞാൻ ഡാഡിയായിട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആ മാതാവിനെ കണ്ടപ്പോൾ തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചോദിക്കാനൊരു മടി, നിങ്ങളത് സമ്മതിക്കുമോ? അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ജിസ്മോനോട് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഡാഡി വെള്ളിയാഴ്ച നാളത്തെ കഴിഞ്ഞ് നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് പെട്ടെന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഞാൻ ചോദിച്ചോന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്നൊരു അധികം പ്രിപ്പയർ ആകാതെ വന്നതാണ്. ഡാഡിയുടെ മുഖത്തായ ഒരു സന്തോഷം, ഒരു മാതാവിൻ്റെ ഭക്തൻ എന്ന് പറയുമ്പം കണ്ണിക്കോടെ ചെറിയ വെള്ളവും ഞാൻ കാണുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഡാഡി വളരെയധികം ഇപ്രാവശ്യം തിരിച്ചു പോകുമ്പം ഭയങ്കര ഹാപ്പി ആയിട്ടല്ല പോകുന്നത്. നമ്മുടെ ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്കെന്ന് മാത്രം പറയത്തില്ല, ആർക്ക് വേണേലും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. അപ്പോൾ അതൊരു സീറോ മലബാറിന് വേണ്ടി ഇത്ര നല്ലൊരു മാതാവിനെ ഉണ്ടാക്കിയിട്ട് പോകും മനസ്സിനൊരു സംതൃപ്തി ഇല്ലേ? മാത്രമല്ല നല്ല ഫലങ്ങളും മാതാവ് തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ അവരുടെ ഇതിൽ നിന്നോ കിട്ടിയതായിരിക്കും. തീർച്ചയായിട്ടും. ഒരു ബോൺ ടാലൻ്റ് ഉണ്ടായാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡാഡി മുമ്പേ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് മാതാവ് ഉണ്ടാക്കുന്ന ഒരു തീരുമാനം ഉണ്ടായപ്പം നമുക്ക് പള്ളിയിൽ നിന്ന് ഒരു സാമ്പിൾ കിട്ടി മാതാവിൻ്റെ. അങ്ങനെ മോഡൽ കിട്ടി. ആ മോഡൽ വെച്ചാണ് നമ്മൾ ഈ മാതാവിനെ ആ മോഡൽ വെച്ച് ഇത് പിന്നെ ഹ്യൂമൻ ഫിഗർ അനോട്ടമിക്കലായിട്ട് കുറേ റേഷ്യോ ചേർന്നതാണ്, പ്രൊപ്പോർഷനായിട്ടാണ്. അതായത് മുഖം ഇത്രയാണെങ്കിൽ കൈ വിരല് ഇത്രയായിരിക്കും എന്നുള്ളത് അതൊരു കറക്റ്റ് ഇതുണ്ട്. ഒരു കറക്റ്റ് ഒരു ആകൃതി തന്നെ വരണം. ഈ മുഖത്തിന് തന്നെ 3 ഭാഗമായിട്ട് നെറ്റി, മൂക്ക് മുതൽ താടിയുള്ളത്. ഇത് കൃത്യമായിരുന്നതിൽ ഭംഗി, സൗന്ദര്യം ഉണ്ടാവും. അപ്പോൾ എത്ര നാൾ കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ പറ്റിയത്? ഞാൻ സെപ്റ്റംബർ ലാസ്റ്റ് മുതൽ മാർച്ച് 14 വരെ ഇതിനു വേണ്ടി അധ്വാനിച്ചു. പക്ഷേ ഓരോ ദിവസവും 2-3 മണിക്കൂർ ജോലി ചെയ്തിട്ടുള്ളൂ ആദ്യഘട്ടത്തിലൊക്കെ. അപ്പോൾ ഒറ്റയ്ക്കാണ് അത് കുഴയ്ക്കുകയും ചെയ്തത്? ഒറ്റയ്ക്ക് തന്നെയാണ് ഇത് ഫ്രെയിം ഉണ്ടാക്കിയത്. എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ്. നാട്ടിലാണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ഫ്രെയിമൊക്കെ വെൽഡ് ചെയ്ത് തരാൻ വേണ്ടി ഇതിന്റെ അകത്ത് ഇരുമ്പ് ഇത് ഒരിക്കലും പൊട്ടാതെ അല്ലെങ്കിൽ സ്ട്രെങ്ത് വരികയല്ല, വളരെ സ്ട്രോങ് ആണ്. ഇത് ഏതൊരു പ്രയത്നത്തിനും പുറകിൽ ഒരു പെണ്ണിന്റെ കരമുണ്ടെന്ന് പറയുന്നു. അപ്പം നമ്മുടെ ഡാഡിയുടെ മമ്മിയാണിത്, ബേബി ജോസഫിന്റെ ഭാര്യ. മമ്മിയുടെ പേര് തെയ്യാമ്മ ചേച്ചിയാണ് നമ്മുടെ അടുത്ത് ഭരിക്കുന്നത്. മമ്മി ടീച്ചറാണ്. തീർച്ചയായിട്ടും മമ്മിയുടെ ഒരു സപ്പോർട്ട് ഒരു ഇത് ഇല്ലാതെ ഡാഡിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡാഡി ചെയ്ത ഈ പ്രയത്നത്തിൽ ഹാപ്പിയാണോ? ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഒരു കണ്ണ് നിറഞ്ഞുള്ള ഒരു സന്തോഷം മുമ്പ് പറഞ്ഞപ്പോൾ ഞാനൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഭർത്താവിൽ ഒരു മാതാവിനെയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വരികയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തീർച്ചയായിട്ടും അഭിമാനമില്ല ഉണ്ട്. എന്നാ ഡാഡിനെ പറ്റി പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? തിരിച്ചു പോകുമ്പോൾ വളരെയധികം ഒരു എന്നാ പറയുക സന്തോഷത്തോടെയല്ലേ. ഇപ്പൊ നമ്മളെ വിമാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഓർക്കും നമ്മുടെ ഒരു മാതാവ് അവിടെ പള്ളിയിൽ ഇരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ സീറോ മലബാറിന്റെ പള്ളിയിൽ, നമ്മുടെ സെന്റ് ജോസഫിന്റെ പള്ളിയിലാണ് നമ്മുടെ മാതാവിനെ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. അതും ഒരു വലിയൊരു ഭാഗ്യമല്ലേ. സവിതാവിനൊരു കൂട്ടായിട്ട് അത്രയും വലിയൊരു മാതാവിനെ നമ്മളവിടെ ഉണ്ടാക്കി വെച്ചേക്കാണ്. അപ്പൊ താങ്ക് യു മമ്മി. ഇനി നമുക്ക് മോളെ അതുപോലെ മോനെ എന്ന് വിളിക്കാം അല്ലെ? നമസ്കാരം. നമ്മുടെ ഡാഡി വന്ന ഫാമിലി നമ്മളോടൊപ്പം ഉണ്ട്. ജിസ്മോൻ അതുപോലെ ടൂനിയ. ജിസ്മോൻ എന്ന് പറഞ്ഞു കഴിയുമ്പം ഇവിടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ അറിയാം തന്നെ ഇല്ല. കാരണം എന്ത് കാര്യത്തിനും മുൻ എന്നാ പറയുന്നത് ഫ്രണ്ട് റോയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾ. അതുപോലെ നമ്മുടെ ഡ്രാഗൺ ബോട്ട്
സ്റ്റേറ്റ് ലെവലിൽ ടീമിലുള്ള ഒരാളാണ്. പിന്നെ പറയാനുള്ളതാണെങ്കിൽ പല രീതിയിലുള്ള നാടകങ്ങൾ നമ്മൾ സ്കിറ്റ് ഇവിടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നടക്കുന്ന അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇത് ടൂനിയ മോള് അല്ലേ? അതെ. എത്ര വർഷമായി നിങ്ങളിവിടെ ഓസ്ട്രേലിയയിൽ? 10 വർഷമായി. അപ്പോൾ ഡാഡി ഇപ്രാവശ്യം വന്നു, നാളെ കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വളരെയധികം സന്തോഷം. നിങ്ങൾക്ക് തന്നെ ഒരു അഭിമാനം തോന്നില്ലേ? ടൂനിയയ്ക്ക് ഒരു അഭിമാനം തോന്നില്ലേ? എൻ്റെ ഡാഡി ഇവിടെ വന്ന് ഞാൻ നല്ലൊരു എല്ലാവരും അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, നമുക്ക് നല്ലൊരു ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു. ഡാഡി ഒരു മാതാവിൻ്റെ ഭക്തനായതുകൊണ്ട് അത് ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അതിന് ഫുൾ സപ്പോർട്ട്. പ്രത്യേകം ജിസ്മോൻ്റെ പേര് ഡാഡി പിന്നെയും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജിസ്മോൻ പറയലെന്ന് പറഞ്ഞാൽ ഡാഡി അധികം പ്രാവശ്യം പറഞ്ഞില്ല. അപ്പോൾ അത്രയും സപ്പോർട്ട് നീ കൊടുത്തു എന്നുള്ളതാണ് ഡാഡി പറഞ്ഞത്. അപ്പോൾ താങ്ക് യു, എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമുക്കിനി പള്ളിയിൽ നിന്ന് കാണാം. ഓക്കെ ടൂനിയ, താങ്ക് യു. അപ്പോൾ നമ്മളിപ്പം ഡാഡി നമ്മുടെ പള്ളിയിലേക്ക് പോവാം അല്ലേ? പള്ളി നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? 30 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ മാതാവിനെ കാണാൻ വേണ്ടി, നമ്മൾ ഡാഡി ഉണ്ടാക്കി പ്രതിഷ്ഠിച്ച മാതാവിനെ കാണാൻ വേണ്ടി നമ്മൾ സീറോ മലബാറിൻ്റെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള സീറോ മലബാറിൻ്റെ പള്ളിയിലേക്ക് പോവാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മുടേതായ കേരള രീതിയിൽ ഉണ്ടാക്കിയ പള്ളിയിലേക്ക് പോവാണ്. പള്ളിയല്ല നമ്മൾ അവിടെ പോയിട്ട് കാണുന്നത്, നമ്മുടെ മാതാവിനെ കാണാൻ വേണ്ടി. പള്ളി ഓപ്പൺ ആണോ എന്ന് അറിയത്തില്ല. ഓപ്പൺ ആണെങ്കിൽ നമുക്ക് പള്ളിയും കാണാം. അപ്പോൾ പോകുന്ന വഴിയാണ് അല്ലേ ഡാഡി? പോകുമ്പോൾ ഒരു സന്തോഷമല്ലേ? നമ്മൾ മാതാവിനെ കാണാൻ പോവാണ്. അപ്പോൾ നാളെ കഴിഞ്ഞ് ഡാഡി നാട്ടിലും പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്നും കൂടെ കണ്ടിട്ട് നമ്മളിപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ പെർത്തിൽ സീറോ മലബാറിൻ്റെ സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ നമ്മുടെ മലയാളികളുടെ ദേവാലയത്തിലാണ്. അപ്പോൾ ഈ ദേവാലയത്തിൽ നമ്മൾ ഡാഡി മുമ്പേ പറഞ്ഞ പോലെ ഉണ്ടാക്കിയ മാതാവാണ് നമ്മുടെ പുറകിലുള്ളത്. അപ്പോൾ 10 ഫീറ്റ് ഹൈറ്റാണ് അല്ലേ? 10 അടി ഉയരമാണ് ഈ മാതാവിൻ്റെത്. ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 176 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇത് ഊഹിക്കാവുന്നുള്ളൂ മാതാവിൻ്റെ പൊക്കം. എനിക്ക് കൈ മുകളിൽ എത്തത്തില്ല, അത്ര പൊക്കമുണ്ട്. അപ്പോൾ നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് ഒരു റിയൽ മാതാവിനെ കാണുന്ന ഒരു പ്രതീതിയാണ്. ഡാഡിക്ക് എന്നാ ഇവിടെ വരുമ്പം ഒരു ഈ മാതാവിനെ കാണുമ്പോൾ എന്നാ ഒരു ഫീല് തോന്നുന്നത്? വളരെ സന്തോഷം തോന്നുന്നു. ഇവിടുത്തെ ജനങ്ങൾക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഡാഡീനെ ഞങ്ങൾക്ക് വേണ്ടി ദൈവം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രതീതിയാണ്. കാരണം ഇവിടെ ഒരിക്കലും നമുക്കിങ്ങനെ ഒരു മാതാവിനെ നമുക്ക് മേടിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉണ്ടാക്കുന്നതിനെ പറ്റി ആർക്കും ചിന്തിക്കാനോ, ഇത് ചുമ്മാ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതിനൊരു ദൈവാനുഗ്രഹം വേണം, അതിലുപരി അതിനുള്ളൊരു സ്കില്ലും വേണം. ഇത് രണ്ടും ഉള്ളവർക്കേ അത് പറ്റുള്ളൂ. ഇതുപോലെ ഇപ്പോൾ നാട്ടിൽ ടീച്ചറായിരുന്ന ഡാഡി റിട്ടയർമെൻറ്റ് ആയിട്ട് മകളുടെ അടുത്ത് വന്നാണ്. അപ്പോൾ അവിടെ വന്നപ്പം ഇങ്ങനെ ഒരു ദേവാലയത്തിന് വേണ്ടി, നമ്മുടെ സീറോ മലബാറിൻ്റെ ദേവാലയത്തിന് വേണ്ടി ഒരു മാതാവിനെ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പം വളരെയധികം ഒരു സീറോ മലബാർ അംഗം എന്ന നിലയ്ക്ക് ഞാൻ ഡാഡിയോട് നന്ദി പറയുകയാണ്. അപ്പോൾ താങ്ക് യു. നല്ല ഒരു ചിരിക്കുന്ന മാതാവ്, അതായത് നമുക്കൊരു സന്തോഷം തരുന്ന മാതാവാണ് നമുക്ക് ഈ മാതാവിനെ കാണുമ്പോൾ തോന്നുന്നത്. ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഡിസപ്പോയിൻ്റ് ആയിട്ട് പോവുകയല്ല. നമ്മളെ ഒരു മാതാവ് നല്ലൊരു അനുഗ്രഹം തരുന്ന പോലെ നമുക്ക് തന്നെ തോന്നുന്ന ഒരു ഫീലിംഗാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് തീർച്ചയായിട്ടും ഒന്ന് വന്ന് കാണുന്നത് എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.